കഴിഞ്ഞ ദിവസം ശിവഗിരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചരിത്ര പ്രസംഗം അത് കേരളം മുഴുവൻ, മലയാളി മുഴുവൻ ഏറ്റെടുത്തു. ചർച്ചയായി, പലവിധ ചർച്ചകൾ, അനുകൂലികളും എതിരാളികളും രംഗത്ത് വന്നു. അവിടുത്തെ ശിവഗിരി മഠത്തിന്റെ പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുടെ പ്രസംഗത്തിലെ കാര്യങ്ങൾ, ക്ഷേത്രത്തിൽ ഉടുപ്പൂരി കയറേണ്ടതില്ല, ആ അനാചാരം നിർത്തണം എന്ന് പറഞ്ഞതും മുഖ്യമന്ത്രി അതിനെ പിന്തുണച്ചതും, മുഖ്യമന്ത്രി അതിനെപ്പറ്റി പറഞ്ഞതിൽ എടുത്തു പറഞ്ഞൊരു കാര്യം, ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ അത് വേണ്ട എന്ന് പറയുന്നു, അതിനെ പിന്തുണയ്ക്കുന്നു. മറ്റു ക്ഷേത്രങ്ങളിലും ആ മാതൃക പിന്തുടരുന്നത് നന്നായിരിക്കും, അത് അവരവരുടെ ഇഷ്ടത്തിന് വിടുന്നു എന്നുകൂടി മുഖ്യമന്ത്രി ആ രൂപത്തിൽ ആണത് പ്രസംഗിച്ചത്. പക്ഷെ പെരുന്നയിലെ പോപ്പ് ഉണർന്ന് ഇന്ന് പറഞ്ഞത് എന്താണ്? പെരുന്നയിൽ രമേശ് ചെന്നിത്തലയെ 11 വർഷത്തിന് ശേഷം വീണ്ടും ക്ഷണിച്ചു വരുത്തി പെരുന്ന സമ്മേളനത്തിലെ പ്രധാന പ്രാസംഗികനും ഉദ്ഘാടകനുമാക്കി. രമേശ് ചെന്നിത്തലയും പെരുന്നയും NSS ആസ്ഥാനം, അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ജി സുകുമാരൻ നായർ NSS ജനറൽ സെക്രട്ടറിയുമായി അഭിപ്രായ ഭിന്നതയുണ്ടായത് 11 വർഷം മുമ്പാണ്. അതിനുശേഷം രമേശ് ചെന്നിത്തലയെ ഒരിക്കലും, നായരായ രമേശ് ചെന്നിത്തലയെ ഒരിക്കലും പെരുന്നയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ വീണ്ടും ക്ഷണിച്ചു വരുത്തിയതിന് പിന്നിൽ മറ്റു ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്ന് വ്യക്തമായിട്ടറിയാം. VD സതീഷിനെതിരെ ഒരു നീക്കം NSSലുണ്ട്. രണ്ടുപേരും നായന്മാരാണ്, നായർ സമുദായത്തിൽ പിറന്നവരാണ്. ആര്? VD സതീഷിനും രമേശ് ചെന്നിത്തലയും. ഇപ്പോൾ വെള്ളാപ്പള്ളി ഒരു വെടി പൊട്ടിച്ചു. രമേശ് ചെന്നിത്തലയാണ് സ്വീകാര്യൻ. പുതിയ ഇലക്ഷൻ അടുത്ത ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സതീശൻ അഹങ്കാരിയാണ്, VD സതീശൻ എന്നൊക്കെയുള്ളത് നമ്മൾ ഓൾറെഡി കേട്ട് കണ്ട് പോയ കാര്യങ്ങളാണ്. അപ്പം അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് പെരുന്നയിലെ രമേശ് ചെന്നിത്തല വന്നിട്ട് പ്രസംഗം നടത്തി. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ആ NSSനുള്ള നന്ദി തന്നെ വീണ്ടും ഇത്രയും വലിയൊരു ഗ്യാപ്പിന് ശേഷം, 11 വർഷത്തിന് ശേഷം തന്നെ വിളിച്ചതിൽ, മന്ദം ജയന്തി ആഘോഷത്തിന് ജാനുവരി 2 വിളിച്ചതിൽ അതിയായ കടപ്പാട് എനിക്കുണ്ട്. NSSുമായി ഒരിക്കലും മുറിച്ചു മാറ്റാനാവാത്ത ബന്ധമാണ്, പൊക്കിൾക്കൊടി ബന്ധം പോലൊരു ബന്ധമാണ് എനിക്കുള്ളത്. ജീവിതത്തിലെ നിർണായക പ്രതിസന്ധി ഘട്ടങ്ങളിൽ അഭയം തന്നത് NSS ആണ്. ഇപ്പോഴും അങ്ങനെ ഒരു പ്രതിസന്ധി അദ്ദേഹം നേരിടുകയാണ്. രമേശ് ചെന്നിത്തല എന്ന് വെച്ചാൽ പാർട്ടിയിലെ മേധാവിത്വം VD സതീശൻ കൈയടക്കി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാവുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ആകുകയില്ലെന്നത് രണ്ടാമത്തെ കാര്യം. വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ടും VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പാണ്. അപ്പം അതിന് തടയിടാൻ ഒരു അണിയറ നീക്കങ്ങൾ നടക്കുകയാണ്. അതിൽ NSSന് ഒപ്പം SNDP അതിനെ പിന്തുണച്ചു. NSS അതിനുള്ള കാര്യങ്ങൾ ഒരുക്കുന്നു. സമസ്തയുടെ ഒരു സമ്മേളനത്തിൽ, ലീഗ് പിന്തുണയ്ക്കുന്ന സമസ്തയുടെ വിഭാഗത്തിൻ്റെ ഒരു സമ്മേളനത്തിലും രമേശിനെ മലപ്പുറത്തേക്ക് വിളിച്ചിട്ടുണ്ട് അടുത്ത ദിവസം. അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോൾ VD സതീശൻ ഏറെക്കുറെ കോൺഗ്രസിലും സഖ്യ കക്ഷികളുടെ നിലപാടിലും കുറച്ച് ഒറ്റപ്പെട്ട അവസ്ഥ ഇപ്പോഴുണ്ട്. അത് മുതലാക്കാനാണ് ഈ അവസരം ചെന്നിത്തല ഉപയോഗിക്കുന്നത്. അപ്പോൾ NSS ഇപ്പോൾ വീണ്ടും ഒരു അഭയം ചെന്നിത്തലയ്ക്ക് കൊടുത്തു എന്ന് വേണം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നമുക്ക് തിരിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ താക്കോൽ സ്ഥാന വിവാദമാണ് NSSും രമേശും തമ്മിൽ തെറ്റാനുള്ള കാരണം നമുക്കറിയാം. ഈ പറയുന്ന 2013 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് ജി സുകുമാരൻ നായർ ഒരു പ്രസ്താവന നടത്തി. എന്താണ്? താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരണം ആരെ? രമേശ് ചെന്നിത്തലയെ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആദ്യം അതിന് അനുകൂലമായില്ല, അംഗീകരിച്ചില്ല. അങ്ങനെ UDFൽ തർക്കങ്ങളായി. നമുക്കറിയാം രാഷ്ട്രീയം ഓർത്ത് നോക്കിയാൽ മതി. അപ്പോൾ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ രമേശ് ചെന്നിത്തലയ്ക്ക് പറയേണ്ടി വന്നു, ഇക്കാര്യത്തിൽ ഞാൻ പങ്കാളിയല്ല. അങ്ങനെ അദ്ദേഹം ജി സുകുമാരൻ നായരെ തള്ളി പറഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്ത് സംഭവിച്ചത്. അതോടുകൂടി നായർ രമേശുമായിട്ട് പിണങ്ങി, NSSുമായിട്ട് പിണക്കമായിട്ട് പിന്നെ ഒരിക്കലും രമേശിനെ, ചെന്നിത്തലയെ അങ്ങോട്ടേക്ക് പെരുന്നയിലേക്ക് വിളിച്ചിട്ടില്ല. ഇപ്പം വിളിച്ചതിൽ ഈ മനംമാറ്റം നമുക്ക് ആലോചിക്കാവുന്നതാണ്. അവിടെ ജി സുകുമാരൻ നായർ ഒരു കാര്യം കൂടി പറഞ്ഞു. ശിവഗിരിയിലെ പിണറായി വിജയന്റെ പ്രസംഗത്തിന് പിന്നാലെ, പിന്നെ അവിടുത്തെ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതിന് പിന്നാലെ എന്താ നായർ പറഞ്ഞത്? പെരുന്നയിലെ പോപ്പ് പറഞ്ഞത്, ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരം. മറ്റ് മതങ്ങളെ വിമർശിക്കുമോ? ഹിന്ദു മതത്തെ മാത്രമേ വിമർശിക്കുകയുള്ളൂ? മുഖ്യമന്ത്രിക്ക് സുകുമാരൻ നായരുടെ മറുപടിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരമുണ്ട്.
അതിനെ ചോദ്യം ചെയ്യരുത്. ആരാ പറയുന്നത്? പെരുന്നയിൽ NSSന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. എന്താ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്? ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ അത് പാലിക്കാൻ, ഉടുപ്പ് ഊരാത് ദർശനം നടത്താൻ അവർ തീരുമാനിച്ചോട്ടെ, നല്ല കാര്യം, അതിനെ പിന്തുണയ്ക്കുന്നു. മറ്റു ക്ഷേത്രങ്ങൾ ആ മാതൃക പിന്തുടർന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അത് അവരവരുടെ സ്വാതന്ത്ര്യം എന്ന രൂപത്തിൽ പറഞ്ഞതിനെയാണ് ഇവിടെ സുകുമാരൻ നായർ ഏറ്റുപിടിച്ചിട്ട് അങ്ങനെ ഉണ്ടോ? ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരം ആയിക്കോട്ടെ, അതിനിപ്പോൾ ആർക്കാ പ്രശ്നം? ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ എന്താ? മുഖ്യമന്ത്രി പറഞ്ഞ വ്യക്തമാണ്, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യുക, ഞങ്ങളിതൊന്നും അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല സർക്കാരിൻ്റെ ലെവലിൽ. അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ശിവരിമഠം പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക നിങ്ങളുടെ ക്ഷേത്രങ്ങളിൽ. ഇപ്പം NSSന്റെ ക്ഷേത്രം എവിടെയെങ്കിലും ഉള്ളിടത്ത് വേണ്ട, ഉടുപ്പ് ഊരാതെ കയറണ്ട, ഉടുപ്പൂരി കയറിയാൽ മതി. ആർക്കാ പ്രശ്നം? ഞങ്ങൾക്കാർക്ക് പ്രശ്നമൊന്നുമില്ല, മുഖ്യമന്ത്രിക്ക് പ്രശ്നമില്ല, ശിവരിക്കാർക്ക് പ്രശ്നമില്ല, ഞങ്ങൾക്ക് ഈ പൊതുസമൂഹത്തിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. പിന്നെ സുകുമാരൻ നായർക്ക് പ്രശ്നമാണെങ്കിൽ നിങ്ങളെ ഉടുപ്പൂരാൻ അനുവദിക്കേണ്ട, അല്ല ഉടുപ്പിടാൻ അനുവദിക്കേണ്ട, ഉടുപ്പൂരി തന്നെ കയറ്റിയാൽ മതി, പ്രശ്നം തീർന്നല്ലോ. അത് ഈ വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല. അത് NSSന് തീരുമാനിക്കാം. അവരുടെ ക്ഷേത്രങ്ങളിൽ, NSS ക്ഷേത്രങ്ങളിൽ ഉടുപ്പൂരിത്ത് തന്നെ കയറിയാൽ മതി. ഉടുപ്പൂരാതെ കയറുന്നവരെ പിടിച്ച് പുറത്താക്കുക. ഇനി സർക്കാർ തീരുമാനിക്കുന്ന, ബോർഡ് നിയന്ത്രിക്കുന്ന, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയന്ത്രിക്കുന്ന ക്ഷേത്രങ്ങൾ 2500-ലധികം ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും മറ്റ് ദേവസ്വങ്ങളുടെ കീഴിലുണ്ട്. മലബാർ ദേവസ്വം, കൊച്ചിൻ ദേവസ്വം, സർക്കാരിന് ഇടപെടലുള്ള. അവിടെ പിന്നെ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ആരെങ്കിലും തൊഴാൻ വന്നാൽ, ഷർട്ട് ഊരാതെ തൊഴാൻ വന്നാൽ അവരെ തടയാനും നമ്മൾ നിൽക്കണ്ട. ഇനി തടയാൻ വല്ല സംഘി ഭടന്മാരെ നിയോഗിച്ചാൽ അതിനെ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പിന്തുണയ്ക്കുമോ? ഇതുവരെ പെരുന്നയിൽ RSSനോ സംഘപരിവാറിനോ മേൽക്കൈക്ക് ഒരു കൂട്ടു നിൽക്കാത്ത ഒരാളാണ് ജി സുകുമാരൻ നായർ. ആ നിലയിൽ ഞങ്ങൾ അദ്ദേഹത്തെ മാനിക്കുന്നു. ഇതുവരെ NSSന്റെ ആസ്ഥാനത്ത് RSSന് കടന്നു കയറി ആധിപത്യം സ്ഥാപിക്കാൻ ജി സുകുമാരൻ നായർ ഇന്നുവരെ അനുവാദം കൊടുത്തിട്ടില്ല, NSS അനുവദിച്ചിട്ടില്ല. അത് NSSന്റെ നല്ല ധീരമായ ഒരു നിലപാടാണ്. പക്ഷേ ഈ വിഷയം മുന്നോട്ട് പോകുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ, ശബരിമല ഉൾപ്പെടെ എവിടെയാകട്ടെ, ഉടുപ്പൂരാതെ തൊഴാൻ വന്നാൽ, ദർശനം നടത്താൻ വന്നു കഴിഞ്ഞാൽ അവിടെ കാവിപ്പട ഇറങ്ങി തടയാൻ ശ്രമിക്കുമ്പോൾ അതിന് സുകുമാരൻ നായർ എങ്ങനെ കാണും, NSS എങ്ങനെ കാണും എന്നുകൂടി അറിയാൻ നമ്മൾക്ക് താല്പര്യമുണ്ട്. പിന്നെ ഇതൊക്കെ അടുത്തൊരു വിവാദം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിൻ്റെ കുൽസിത ബുദ്ധി ഇതിന് പിന്നിലുണ്ട് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ശബരിമലയിൽ മണ്ഡല പൂജ കാലം, മഹോത്സവകാലം ഒരു പരാതിയുമില്ലാതെ വളരെ ഭംഗിയായി നടന്നു. മകരവിളക്കിന് 30-ന് നട തുറന്നു. മകരവിളക്ക് ഉത്സവം തുടങ്ങി. മകരവിളക്ക് ജനുവരി 14-നാണ്. ഇതിനിടയിൽ എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഈ പറയുന്ന സംഘപരിവാർ ശക്തികളിൽ ചിലർ, നിക്ഷിപ്ത താല്പര്യക്കാർ ശ്രമിക്കുമെന്നതിൽ യാതൊരു സംശയവും നമുക്കില്ല. ആ വഴിക്ക് വല്ലതും നീക്കമുണ്ടായാൽ NSS എന്ത് നിലപാട് സ്വീകരിക്കും എന്നതുകൂടി വളരെ പ്രധാനമാണ്. എന്തായാലും താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല മടങ്ങി വരട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആരെ വെട്ടിയിട്ട് വരണം? VD സതീഷിനെ വെട്ടിയിട്ട് വരണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം ആവുമ്പോഴേക്കും കോൺഗ്രസിനെ നയിക്കാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനത്തേക്ക് വരാൻ പറ്റുമോ? NSSും പെരുന്നയിലെ പോപ്പും സുകുമാരൻ നായരും മാത്രം വിചാരിച്ചാൽ നടക്കുമോ? അതുപോലെ SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പിന്തുണച്ചാൽ നടക്കുമോ? അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇതൊക്കെ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് 1.5 വർഷത്തോളം സമയമുണ്ടല്ലോ, 1 കൊല്ലത്തിലധികം നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ വിവാദം പുതുവർഷത്തിൽ കൊഴുക്കുന്നുണ്ട്. ചർച്ചയാവട്ടെ. ഈ പറയുന്ന സനാതന ധർമ്മവും അത് RSS അജണ്ട, സംഘപരിവാർ അജണ്ടയും തമ്മിലുള്ള ബന്ധങ്ങളും, പിന്നെ നാരായണ ഗുരു എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളതും ഒക്കെ ചർച്ചയാവട്ടെ. മന്നം ജയന്തി ദിനത്തിൽ മന്നം എന്താണ് ചെയ്തത് എന്നുകൂടി NSS ഓർക്കുന്നുണ്ടോ? മലബാറിലൊക്കെ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ മാറുമറയ്ക്കാതെ ചെല്ലണമെന്ന് നിർബന്ധിച്ചപ്പോൾ അന്ന് ആ ചരിത്രത്തിലേക്കൊന്ന് പോയാൽ ഒത്തിരി പറയാനുണ്ട്. നമ്മളത് ഇപ്പം തൽക്കാലം പറയാൻ സമയം ഇല്ല, ഈ വീഡിയോ നീണ്ടുപോകും. അതുകൊണ്ട് മലബാറിലൊക്കെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഹിന്ദു സ്ത്രീകൾ, നായർ സ്ത്രീകൾ ഉൾപ്പെടെ മറയ്ക്കാതെ ചെന്ന് തൊഴണമായിരുന്നു. അതിൻ്റെ പേരിൽ നായർ സ്ത്രീകൾ പലരും മാറുമറയ്ക്കാതെ പോകേണ്ടതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോവാത്ത അവസ്ഥയുണ്ടായി. ചരിത്രം പെരുന്നയിലിരിക്കുന്നവർക്കും അറിയാവുന്നതാണ്. പിന്നെ സൗകര്യപൂർവ്വം അത് മറക്കുന്നെങ്കിൽ, ഓരോ ക്ഷേത്രത്തിൽ ഓരോ ആചാരം മതിയെങ്കിൽ അത് ഈ NSSന്റെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ പറഞ്ഞതിനും എതിരായിട്ട് വരും. മലബാറിലും കേരളത്തിൽ പലയിടത്തും.
അവസാനം സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകാതായി മാറുമറച്ച് പോകാൻ നോക്കുമ്പോൾ മാറുമറയ്ക്കാൻ സമ്മതിക്കുന്നില്ല. അവിടെ പൂജാരിക്ക് മാറ് കാണണം, വേറെ ചിലർക്ക് കാണണം. ഇത്രയായപ്പോൾ മന്നത്ത് പത്മനാഭൻ, കേസരി മന്നത്ത് പത്മനാഭൻ ഒരു തിട്ടൂര ഇറക്കിയിട്ടുണ്ടായിരുന്നു, ചരിത്രത്തിൽ നോക്കിയാൽ മതി. അങ്ങനെ പെണ്ണുങ്ങളുടെ മാറ് കണ്ട് ദർശനം നടത്തിയിട്ടേ ദേവന് പ്രസാദിക്കുകയുള്ളെങ്കിൽ അത്തരം ദേവന്മാരെ പ്രസാദിപ്പിക്കാൻ പെണ്ണുങ്ങൾ പോകണ്ട എന്ന് ഭംഗ്യന്തരേണ മന്നത്ത് പത്മനാഭന് പറയേണ്ടി വന്നു എന്നുള്ളതും NSS ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. സ്വന്തം സ്ഥാപനത്തിൻ്റെ അമരക്കാരനെ, മന്നത്തിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വേണോ ഈ താക്കോൽസ്ഥാന പ്രശ്നങ്ങളും ഈ ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരവും എന്ന് NSS ജനറൽ സെക്രട്ടറി ഇപ്പം പറയുമ്പോൾ NSS മുന്നോട്ടാണോ നടക്കുന്നത് അതോ പിന്നോട്ടാണോ എന്ന് വേറെ ആരെയും നോക്കണ്ട, മന്നത്ത് പത്മനാഭൻ്റെ ജീവിതം മാത്രം നോക്കിയിട്ട് പരിശോധിച്ചാൽ മതി. ഞങ്ങളാരും പറയുന്നൊന്നും കേൾക്കേണ്ടത്. SNDPയോ അല്ലെങ്കിൽ ശിവഗിരി മഠമോ ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ NSS പിന്നോട്ട് പോകുന്നെങ്കിൽ അത് NSSൻ്റെ പ്രശ്നമാണ്, പെരുന്നയിൽ ഇരിക്കുന്നവരുടെ പ്രശ്നമാണ്. അത് മുഖ്യമന്ത്രിയുടെ പ്രശ്നമല്ല. നിങ്ങളുടെ ക്ഷേത്രത്തിൽ നിങ്ങൾ ഉടുപ്പൂരി മാത്രം ആൾക്കാരെ കയറ്റിയാൽ മതി, ആർക്കും ഒരു പ്രശ്നമില്ല. അത് തുടർന്നോളൂ. NSS പിന്നോട്ടാ പോകുന്നെങ്കിൽ അങ്ങനെ പൊക്കോളൂ. മുന്നോട്ട് പോകുന്നവർ അവരെ വിട്ടുകളയുക, അവർ മുന്നോട്ട് പൊയ്ക്കോട്ടെ. ആരവസാനം ചരിത്രത്തിൽ ഇടം നേടുമെന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തും. അത്രയേ ഉള്ളൂ.